മലയുടെ ഉച്ചിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു മണിമാളിക തേടിയാണ് ഈ യാത്ര. ചരിത്രത്തിൻ്റെ തന്നെ മറ്റൊരു വിസ്മയം കൂടിയാണിത്. റാസൽ ഖൈമ ഗിരിപർവ്വത്തിലെ ഈ സൗധം ലോകത്തെങ്ങുമുള്ള സൗന്ദര്യ ആരാധകരെ ഏറെ ആകർഷിക്കും. ആകാശത്തോട് മുഖം നോക്കി ഉയർന്നു നിൽക്കുന്ന റാസൽ ഖൈമയിലെ മലനിരകൾ പ്രശസ്തവും നമുക്കെല്ലാം സുപരിചിതവുമാണ്. എന്നാൽ പ്രകൃതി കുത്തിവെച്ച ആ സുന്ദര മലനിരകളിലൊന്നിൽ മനുഷ്യന്റെ കരവിരുതിന്റെ മനോഹാരിതയും സമ്മേളിച്ചാലോ? അത്തരമൊരു റാസൽ ഖൈമൻ മലനിര തേടിയാണ് ഈ യാത്ര. ധാരാളം മലനിരകളുള്ള റാസൽ ഖൈമയിലെ ബറൈറാത്ത് ഹജറിലെത്തിയപ്പോൾ സമയം ഏറെ വൈകി. മലനിരകളേറെ യാത്രക്കിടെ കടന്നുപോയി. ഒടുവിൽ ലക്ഷ്യത്തിലെത്തി ഞങ്ങൾ. ബറൈറാത്ത് ഹജർ മലനിരകൾക്കിടയിൽ ഒരു മണിമാളിക തലയെടുപ്പോടെ നിൽക്കുന്നു. ലോകത്തമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ധാരാളമുണ്ടെങ്കിലും മലയുടെ ആകാരവടിവുകൾ നിലനിർത്തി മലയെ ഒരു കൊട്ടാരമാക്കിയ കാഴ്ച അപൂർവമായിരിക്കും. മല തുരന്ന് വീട് നിർമ്മിച്ച സമൂദ് ഗോത്രത്തെക്കുറിച്ച് വേദഗ്രന്ഥം പറയുന്നുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ളതാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണ ചാതുരി. പാറമല കൊത്തി ഓരോ മുക്കിലും മൂലയിലും മികവോടെ വടിവൊപ്പിച്ചത് കാണാം. മണ്ണിൽ കൊത്തിയ പ്രത്യേകം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസ്തുവിദ്യാപ്രകാരമുള്ളതാണ് കെട്ടിടങ്ങൾ. പരവതാനി വിരിച്ചതുപോലെ ഇരുവശവും കെട്ടിയുയർത്തിയ നടപ്പാത. താഴ്വാരത്ത് ഈത്തപ്പനത്തോട്ടവും മറ്റുമായി പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും. മുകളിൽ വിശ്രമിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ മുറികൾ. ഇങ്ങനെ നീളുന്നു കൊട്ടാരത്തിന്റെ പൊലിമകൾ. ഏറ്റവും മുകൾ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോവാതിരിക്കാൻ പ്രത്യേക മതിലുകൾ വേറെയും. നിർമ്മാണത്തിൽ വളരെ സൂക്ഷ്മതയും കൃത്യതയും പാലിച്ചിരിക്കുന്നു. ഓരോ മുക്കിലും മൂലയിലും കാണാം ഈ ജാഗ്രത. മലയുടെ ആകാരവടിവുകൾ നിലനിർത്തി നിർമ്മിച്ചതുകൊണ്ടായിരിക്കും വേറൊരു കെട്ടിടത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഗിരിപർവ്വത്തിലെ ഈ അമ്പരചുംബി ഏറെ സുന്ദരമായിരിക്കുന്നത്. റാസൽ ഖൈമയിലെ പ്രമുഖ കുടുംബത്തിലെ പ്രകൃതി സ്നേഹിയും കലാപ്രേമിയുമായ ഷെയ്ഖ് റാഷിദ് സയ്യിദ് മുഹമ്മദ് ഉബൈദ് അലി ഹെബ്സിയുടെ ഭാവനയാണ് മലമുകളിൽ വിരിഞ്ഞ ഈ ശില്പം. 8 വർഷം ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പ് ഈ സൗധത്തിനു വേണ്ടി ഒഴുക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും അലി ഹെബ്സിയയുടെ സ്വപ്നം ഇനിയും പൂർത്തിയായിട്ടില്ല. പ്രതിദിനം നിരവധി പേർ സൗധത്തിന്റെ മനോഹാരിത ഉറപ്പാക്കാൻ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ റാസൽ ഖൈമയുടെ കാഴ്ചയ്ക്ക് ചാരുത ഇരട്ടിക്കും, പ്രത്യേകിച്ചും സായാഹ്നങ്ങളിൽ. റാസൽ ഖൈമയിലെ തന്നെ പലർക്കും അജ്ഞാതമാണ് ഈ മലഞ്ചെരിവ്. സിനിമാ ചിത്രീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൂടിയാണിത്. അറബ് സിനിമകളിൽ ചിലതിൻ്റെ ചിത്രീകരണം ഇവിടെ വെച്ച് മുമ്പ് നടന്നിരുന്നു. ബറൈറാത്തിലെ മലനിരകളുടെ രാജ്ഞിയായി ഈ കൊട്ടാരം തലയെടുപ്പോടെ നിൽക്കുമ്പോഴും ഈ സൗധം ഭാവിയിൽ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രം കൂടിയാണെന്നതിൽ സംശയമില്ല.